എല്ലാം ശരിയാണെന്നാണോ മോളുടെ വിചാരം? നീയാണ് ഈ വീട്ടിലെ ഏറ്റവും വലിയ വിഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവമേ മോളെ മുറിച്ചെടുത്തിട്ട് കൃത്യമായിട്ട് കണ്ടോ ആ നെവിൻ സംസാരിക്കുന്നതിനിടയിൽ കൂടെ കട്ട് പീസ് ആയിട്ട് ആ ടോപ്പിക്, അതായത് ആ വോയിസിന്റെ കൂടെ തന്നെ കാണിക്കുന്ന വിഷ്വൽസ് ആരുടെയാ? അനുമോളുടെയാ. കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കെല്ലാം കൃത്യമായിട്ട് അറിയായിരിക്കും അനുമോളും നെവിനും തമ്മിൽ നടക്കുന്ന ഒരു ആർഗ്യുമെന്റ് ആണ്. ഒരു വിഷത്തെ പറ്റിയും വിഷകാരിയെ കുറിച്ചും പറിച്ച് ഏതെങ്കിലും ഒരു മൂല വെച്ച് കഴിഞ്ഞാൽ ആ മൂലയിലുള്ള എലികൾ വരെ ചത്തു ഓടി എന്ന് പറയുന്ന ഒരു പരാമർശം. ലൈവ് കാണാതെ എപ്പിസോഡ് കാണുന്ന എല്ലാവർക്കും കൺവിൻസ് ആകുന്നത് അത് തന്നെയായിരിക്കും. ഒരു സിനിമ എങ്ങനെ നമുക്കിടയിലേക്ക് കൺവിൻസ് ആകുന്നത്? ആ സിനിമയിലെ കഥ കൃത്യമായി എഡിറ്റ് ചെയ്ത് നമുക്കിടയിലേക്ക് കാണിക്കുമ്പോഴായിരിക്കും അവർ ഉദ്ദേശിച്ച സാധനം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതുപോലൊരു സാധനം തന്നെയായിരിക്കും ഈ ബിഗ് ബോസിന്റെ എപ്പിസോഡ് എന്ന് പറയുന്ന ഒരു മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത്. അപ്പൊ ആ എഡിറ്റിങ്ങിനിടയിൽ നിങ്ങൾ മിസ്മാച്ച് കാണിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? സത്യം പറഞ്ഞാൽ ഇന്നലത്തെ ലൈവിനകത്ത് കുറച്ചധികം ഭാഗങ്ങൾ എനിക്ക് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ മിസ്സായ ഒരു സംഭവമായിരുന്നു ഈ ലൈവിൽ ഈ ഉണ്ടായിരിക്കുന്ന ഒരു കാര്യം, ഈ എപ്പിസോഡിൽ ഉണ്ടായിരിക്കുന്ന ഒരു കാര്യം. സത്യം പറഞ്ഞാൽ എപ്പിസോഡ് ഉണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം അത് അനുമോളുമായിട്ടുണ്ടായ ഒരു ആർഗ്യുമെന്റ് ആണെന്നാ. എന്നാൽ ഈ എപ്പിസോഡ് വന്നതിന് ശേഷം ലൈവ് കണ്ട വ്യക്തികളാണ് ഇത് പ്രോപ്പറായിട്ട് എവിടെ എങ്ങനെ ഉണ്ടായി എന്ന് പറയുന്നത്. വ്യക്തമായ തെളിവുകളായിരിക്കും ഞാൻ ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. വീഡിയോ കാണുന്നവർ മുഴുവനായിട്ട് കാണണം. മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങളുടെ കമന്റ് കൃത്യമായിട്ട് രേഖപ്പെടുത്താവൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി ഹൈപ്പ് കിട്ടാത്തവരുണ്ടോ കൊടുക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ വീഡിയോയ്ക്കകത്ത് കൊടുത്തിരിക്കണം. നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങളാണ് പറയേണ്ടത്. നമുക്ക് ആരെയും മാറ്റി നിർത്താനോ മാറ്റി ചിന്തിക്കാനോ പേടിക്കാനോ എടുക്കാനോ ഒന്നുമില്ല. ഇതുവരെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ടീമിനെ കുറിച്ച് ഒരു വീഡിയോ പോലും ചെയ്യാത്ത നിലയ്ക്ക് പക്ഷെ ഈ ഒരു കാര്യം എനിക്ക് ചെയ്തേ പറ്റൂ. കാരണം എനിക്ക് ആ ഷോ വളരെയധികം ഇഷ്ടമാണ്. ആ ഷോയിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ഇതുപോലാണ് നിങ്ങൾ ജനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്തർത്ഥത്തിൽ എന്ത് അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ പോകുന്നത്? ജീവിതം തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലായിരിക്കുമല്ലോ നിങ്ങൾ അന്ന് എഡിറ്റ് ചെയ്ത് പുറത്തേക്ക് വിടാനായിട്ട് പോകുന്നത്. ഓക്കെ, എന്തായാലും ആ വീഡിയോ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. കണ്ടോ, നീ ചെയ്യുന്നതെല്ലാം ശരിയാണെന്നാണോ നിന്റെ വിചാരം എന്ന് കാണിച്ചത്? അടുത്ത ദൃശ്യമായിട്ട് ആരെ കാണിക്കുന്ന? അനുമോള് പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നത് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തോ മനസ്സിലാവുന്നു ഈ വഴക്ക് പറയുന്ന അനുമോളെയാണെന്ന്. അതിന്റെ കൂടെ തന്നെ കട്ട് പീസ് കാണിക്കുന്ന അനുമോള് പാത്രം കഴിവുന്നയാ. അവിടെ വേറെ ആരെയും കാണിക്കുന്നില്ല, ആരുമായിട്ടും ആർഗ്യുമെന്റ് നടത്തുന്നതായിട്ടും കാണിക്കുന്നില്ല. എന്നാൽ ഈ ആർഗ്യുമെന്റ് നടക്കുന്ന ആരുമായിട്ടാ? നെവിൻ, റണ ഫാത്തിമയായിട്ടാ. എന്നാൽ റണ ഫാത്തിമയുടെ ഒരു ദൃശ്യങ്ങളും ആ സംഭവത്തിനകത്തോടെ കാണിക്കുന്നില്ല. അടുത്ത ക്ലിപ്പ് എന്ന് പറയുന്നത് എന്താ? അനുമോള് നിന്ന് കരയുന്നത്. അപ്പൊ നമുക്ക് എന്തോ കൺവിൻസ് ആവുന്നത്? ഇത്രയും കേട്ട് ദുഃഖിതയായിട്ട് നിൽക്കുന്ന അനുമോള് പാത്രം കഴുകിക്കൊണ്ട് നിൽക്കുമ്പോൾ കരയാനായിട്ട് തുടങ്ങുന്ന ഈ ഒരു സംഭവമാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് അങ്ങനെ എഡിറ്റ് ചെയ്തത്. ഇനിയിപ്പോ കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിനകത്ത് ലാലേട്ടന്റെ മുന്നിൽ ഒരു പതറലും ഇല്ലാതെ പറഞ്ഞ കാര്യത്തിന് കണ്ട കാര്യത്തിൽ ഉറച്ചു നിന്നത് കൊണ്ടാണോ ഇത്തരത്തിൽ അനുമോളുടെ കോണ്ടന്റ് ഈ രീതിയിൽ ഡൈവേർട്ട് ചെയ്ത് പുറത്തു വിടുന്നത്? ഈ ഒരു വീക്കിൽ വലുതായിട്ടൊന്നും കോണ്ടന്റ് ഒന്നും ആ പെൺകുട്ടിയുടെ ഭാഗത്തുനിന്ന് കണ്ടില്ല. കാരണം ഈ പറയുന്ന ടാസ്കിനകത്ത് അനുമോളെ ഉൾപ്പെടുത്തിയിട്ടില്ല. അനുമോള് വേറെയായിരുന്നു. അനുമോളിനെ ഒരു പുറത്താക്കി മാറ്റിയിരുത്തിയേക്കുന്നതാണല്ലോ നമ്മൾ കാണാനായിട്ട് സാധിച്ചത്. എന്തുകൊണ്ടായിരിക്കും അത്തരത്തിലൊരു രീതിയിലേക്ക് കൺവിൻസ് ആയത്? ചിലപ്പോൾ അനുമോളെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെട്ടതോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആ വീട്ടിൽ സപ്പോർട്ട് കിട്ടിയത് അനുമോൾക്കാണെന്ന് മനസ്സിലായത് ചിലപ്പം കുക്കിംഗ് നടത്താനായിട്ട് ഹോട്ട്സ്റ്റാറിലൂടെ തെരഞ്ഞെടുത്ത അനുമോളെയാണെന്ന് അറിഞ്ഞപ്പോഴായിരിക്കും. അതിനുശേഷം അനുമോളുടെ ഒരു പേര് പറയുന്ന ഒരു സംഭവം പറയുന്ന പോലും എനിക്ക് കാണാനായിട്ട് സാധിച്ചില്ല. എന്തിനാണ് ഈ തരത്തിൽ ജനങ്ങൾക്കിടയിലേക്ക് മാനിപ്പുലേറ്റ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും നമ്മുടെ അനുമോളുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിനകത്ത് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് ഞാനൊന്ന് കാണിച്ചു തരാം. ഈ ഒരാഴ്ച അനുമോളുടെ കണ്ടന്റുകൾ ഒന്നും ഷോയിൽ ഉൾപ്പെടുത്തിയില്ല എന്ന് മനസ്സിലായിരുന്നു. ഏത് കണ്ടന്റ് വിടണം വേണ്ട എന്നത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ തെറ്റായ എഡിറ്റിംഗിലൂടെ തെറ്റായ കണ്ടന്റ് നൽകി പ്രേക്ഷകരെ കബളിപ്പിക്കുന്നത് എന്തിനാണ്? സത്യസന്ധമായിട്ട് എന്തിനാണ് അതിന് അങ്ങനത്തെ ഒരു മാനിപ്പുലേഷൻ കൊണ്ടുവന്ന് എന്തിനാണെന്ന് എനിക്കും മനസ്സിലാവുന്നില്ല കേട്ടോ. നിവിൻ റെനയെ പറയുന്നത് പോലും അനുമോളെ പറയുന്നത് പോലെ എഡിറ്റ് ചെയ്ത് ബ്രില്യന്റ് ആയി കരുതുന്നുണ്ടേൽ ഒന്നു മാത്രം കരുതിക്കോളൂ, എല്ലാവരും ലൈവ് കാണുന്നവരാണ്. തീർച്ചയായിട്ടും ഈ ഒരു എപ്പിസോഡ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ലൈവ് കണ്ടവർക്കറിയാം എടാ ഈ ഒരു ആർഗ്യുമെന്റ് നടന്നത് റണയും നിവിനുമായിട്ടല്ലേ. അതിനിടയിൽ റണയുടെ പടം കാണിക്കുന്നില്ല, പകരം അനുമോളയല്ലേ കാണിക്കുന്നത്. ഇങ്ങനെയാണോ കാണിക്കേണ്ടതെന്ന്? നിങ്ങൾ ഓൾറെഡി ലൈവ് എന്ന് പറഞ്ഞ കഴിഞ്ഞ ദിവസത്തെ ഈ ഒരു ഫുൾ ഡേ എടുത്തിട്ട് നിങ്ങൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് വേറൊരു സംഭവം, എപ്പിസോഡിലേക്ക് വരുമ്പോൾ വേറൊരു സംഭവം എന്ന് പറയുന്നത് കൃത്യമായിട്ട് മാനിപ്പുലേഷനും ഒരു ക്യാരക്ടർ അസോസിയേഷനും ഒക്കെ അല്ലേ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഒരു സംഭവത്തിന് താഴെ വന്നിട്ടുള്ള കുറച്ചധികം കമന്റുകൾ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അത് ജെനുവിൻ ആയിട്ടുള്ള കമന്റ്, അതായത് ലൈവ് കണ്ടവർക്കും ഈ ഷോയോടുള്ള വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തി ഈ ഒരു ഷോ ആരാധിക്കുന്ന ആൾക്കാർക്കും ആ ആൾക്കാർ വരെ പറയുന്ന കാര്യങ്ങളായിരിക്കും കേട്ടോ. ഓഡിയൻസിനെ പറ്റിക്കുന്നതിലും ഒരു പരിധിയുണ്ട്. പിന്നെ ഏഷ്യാനെറ്റും ജിയോ ഹോട്ട്സ്റ്റാറിനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബിഗ് ബോസ് മലയാളം ഷോ ലൈവ് കാണുന്ന ഞങ്ങൾ
എന്തിനാ ഇങ്ങനെ പറ്റിക്കുന്നത്? സത്യം സത്യമായി തന്നെ കാണിക്കുക. ലൈവിൽ നെവിൻ റണയെ ചീത്ത പറഞ്ഞത് നിങ്ങൾ എന്തിനാ എഡിറ്റ് ചെയ്ത് അനുവിലേക്ക് ആക്കി മാറ്റി? ഇറ്റ്സ് നോട്ട് ഫെയർ. പ്ലീസ് പ്ലേ ഫെയർ ഗെയിം ബിഗ് ബോസ്. എന്റെ വീട്ടിലുള്ളവർ ഫുൾ ബിഗ് ബോസ് സ്ക്രിപ്റ്റ് ആണെന്ന് പറഞ്ഞപ്പോഴും ഇറ്റ്സ് നോട്ട് എന്ന് പറഞ്ഞ ഒരു പ്രേക്ഷകയാണ് എന്നിട്ട് ആടിനെ പട്ടിയാക്കുക എന്ന് കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പോൾ കണ്ടു. ജെന്യൂനായി എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യൂ ബിഗ് ബോസ് ടീം. എന്നിട്ട് ആ ടീമിലോട്ട് ബന്ധപ്പെട്ടുള്ള ഒരു 4 പേരെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് എഡിറ്റ് ചെയ്ത് വെളുപ്പിക്കാൻ നോക്കരുത്. ലൈവ് നെവിൻ പറയുന്നത് പോലെ കാണുന്ന പ്രേക്ഷകന്റെ കണ്ണിൽ കുരുയില്ല. ബിഗ് ബോസ് പ്ലീസ് പ്ലേ ഫെയർ ഗെയിം. കൃത്യമായിട്ടുള്ള കാര്യമാണ്. ഈ ലൈവ് കാണുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ അവർക്ക് മുന്നിലേക്കാണ് നിങ്ങൾ ഇത്തരത്തിലൊരു എഡിറ്റിംഗ് നടത്തി അയക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല അത്തരത്തിലൊരു എഡിറ്റിംഗ് നടത്തി അയക്കുന്നതിനകത്ത് എന്താണ് ഉണ്ടായിരിക്കുന്നത്. എന്താണ് ഈ അനുമോൾ ചിലപ്പം ലാലേട്ടന്റെ മുന്നിൽ ആ പറഞ്ഞ കാര്യത്തിനകത്ത് ഉറച്ചു നിന്നത് കൊണ്ട് മാത്രമാണ് അനുമോളുടെ കണ്ടന്റ് പുറത്തു വിടാതെ ഇത്തരത്തിലേക്ക് അനുമോളുടെ ഒരു ക്യാരക്ടറിനെ വേറൊരു രീതിയിലേക്ക് മാറ്റിയെടുത്ത് കാണിക്കാനായിട്ട് പോകുന്നത്. ഒന്നും മനസ്സിലാവുന്നില്ല. എന്തിനു വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാവുന്നില്ല. ഇതാണോ ഒരു ഫെയർ ഗെയിം? ഇത്തരത്തിലുള്ള ഗെയിമിനെയാണോ ഇനിയും ഒരുപാട് ജനങ്ങൾ പോകാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഇങ്ങനെ പോകുന്ന വ്യക്തികൾ ചെറിയ എന്തെങ്കിലും പ്രശ്നം ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ ക്യാരക്ടർ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള പല എഡിറ്റിംഗ് നടത്തി ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുമല്ലോ. ഒരു സിനിമ എങ്ങനെ ജനങ്ങൾക്കുള്ളിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നതുപോലെ തന്നെ ഇതുപോലുള്ള ഷോയും ചില വ്യക്തികൾക്കിടയിൽ ഇൻഫ്ലുവൻസ് ചെയ്തേക്കാം. കാരണം ഈ ഇറങ്ങുന്നവരെല്ലാം നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസർ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അവരുടെ ജീവിതശൈലി എന്താണെന്നുള്ളത് ബിഗ് ബോസിനകത്ത് നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. എക്സാമ്പിൾ അഖിൽ മാരാർ തന്നെയാണ്. അപ്പൊ പിന്നെ കാണിക്കുമ്പോൾ ഫെയർ ആയിട്ടുള്ള കാര്യങ്ങൾ ഫെയർ ആയിട്ട് തന്നെ ചെയ്യുക.